നമസ്കാരം. ഇന്ന് സംഭവിച്ച പ്രധാനപ്പെട്ട 10 വാർത്തകളിലേക്ക് ടുഡേയ്സ് ഹൈലൈറ്റ്സ് ആരംഭിക്കാം. സ്വാഗതം. ത്യാഗത്തിന്റെ സ്മരണ പുതുക്കി ഇസ്ലാമത വിശ്വാസികൾ ബലിപ്പെരുന്നാൾ ആഘോഷിച്ചു. പ്രവാചകനായ ഇബ്രാഹിം നബി തന്റെ ആദ്യപുത്രനായ ഇസ്മായിലിനെ അല്ലാഹുവിന്റെ കൽപ്പന മാനിച്ച് ദൈവപ്രീതിക്കായി ബലിയർക്കാൻ ശ്രമിച്ചതിന്റെ ഓർമ്മ പുതുക്കലാണ് ബലിപ്പെരുന്നാൾ. കൊടുങ്ങല്ലൂരിൽ ബസും ടാങ്കർ ലോറിയും കൂട്ടിയിടിച്ച് ബസ് യാത്രക്കാർക്ക് പരിക്കേറ്റു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. ഇന്ന് രാവിലെ 6:45 കൊടുങ്ങല്ലൂർ വടക്കേനടയിൽ സ്റ്റേറ്റ് ബാങ്കിന് മുൻവശത്തായിരുന്നു അപകടം. അഴീക്കോട് 2 ഇടങ്ങളിൽ മോഷണം, സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെട്ടു. അഴീക്കോട് പുത്തൻപള്ളിക്ക് സമീപം കളറാട്ട് പ്രദേശത്താണ് മോഷണം നടന്നത്. കായ്പറമ്പിൽ ഗിരീഷിന്റെ 2.5 വയസ്സുള്ള പേരക്കുട്ടിയുടെ മാലയും 2 വളകളും കവർന്നു. സമീപത്തുള്ള കുഴിക്കാട്ട് ചന്ദ്രമതിയുടെ 1.25 പവൻ തൂക്കമുള്ള മാലയും അയ്യാരിൽ മുഹമ്മദ് അലിയുടെ വീട്ടിൽ വാതിൽ കുത്തി തുറന്ന് മോഷണശ്രമം നടത്തി. അന്നമനയുടെ ആലത്തൂരിൽ നാട്ടുകാരിൽ ആശങ്ക പരത്തിയ നായ്ക്കൾക്ക് അജ്ഞാത രോഗം. എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാതെ വേച്ചു വീഴുന്ന രീതിയിലാണ് പട്ടികൾ. പ്രദേശത്ത് പല സ്ഥലങ്ങളിലും ഇത്തരത്തിൽ നായ്ക്കൾക്ക് രോഗമുള്ളതായി പ്രദേശവാസി പറയുന്നു. വൈറസ് ബാധയാണോ വിഷാംശം കഴിച്ചിട്ടാണോ എന്ന സംശയവുമുണ്ട്. സംഗീത നാടക അക്കാദമിയിൽ അവാർഡ് വീതംവയ്പ് ആരോപണവുമായി നാടകക്കാരൻ സുനിൽ ഞാറക്കൽ. വീതം വയ്പെന്നത് തെറ്റിദ്ധരിപ്പിക്കൽ മാത്രമെന്നും എല്ലാം സുതാര്യമെന്ന് സംഗീത നാടക അക്കാദമി ഭരണസമിതി അംഗം സഗീർ അലി. സംഗീത നാടക അക്കാദമി സംഘടിപ്പിക്കുന്ന പ്രൊഫഷണൽ നാടക മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന നാടകങ്ങൾ അവാർഡുകൾക്കായി തെരഞ്ഞെടുക്കപ്പെടുന്നത് ഒരുപാട് ഘടകങ്ങളിലൂടെ കടന്നുള്ള വീതം വയ്പാണ് നടക്കുന്നതെന്നാണ് സുനിൽ ഞാറക്കൽ തുറന്നടിച്ചത്. മാന്നാമംഗലം ഫോറസ്റ്റ് സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന തരത്തിൽ കൺട്രോൾ റൂം സജ്ജമാക്കുമെന്നും ഒരാഴ്ചക്കാലം പ്രദേശത്ത് ഫോറസ്റ്റിന്റെ നേതൃത്വത്തിൽ രാത്രികാല പെട്രോളിംഗ് ഉറപ്പാക്കുമെന്നും മന്ത്രി കെ രാജൻ. പുലിയുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ മാന്നാമംഗലം, മുരിക്കുംപാറ, മരോട്ടിച്ചാൽ, ചുള്ളിക്കാവ് പ്രദേശങ്ങൾ സന്ദർശിച്ചതിനു ശേഷം പ്രതികരിക്കുകയായിരുന്നു മന്ത്രി. കിലോ ഭാരമുള്ള മുഴ മൂലം നടക്കാൻ കഴിയാതെ വന്ന 61-കാരിക്ക് ആശ്വാസമേകി തൃശൂർ മെഡിക്കൽ കോളേജ്. 6 മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയയിലൂടെ കാലിൽ നിന്നും ട്യൂമർ നീക്കം ചെയ്തു. തൃശൂർ പുഴക്കൽ സ്വദേശിനിക്കാണ് ശസ്ത്രക്രിയ നടത്തിയത്. മെഡിക്കൽ കോളേജിലെ സർജറി വിഭാഗവും ഓങ്കോ സർജറി വിഭാഗവും ചേർന്നാണ് ശസ്ത്രക്രിയ നടത്തിയത്. മസ്ജിദ് നിർമ്മാണത്തിന് സഹോദരത്തിന്റെ മാധുര്യം ചേർത്ത ചായ വിളമ്പി സുബ്രഹ്മണ്യനും കുടുംബവും. മതിലകം പൊന്നയ്ക്ക് ബസാറിൽ നിന്നാണ് മതമൈത്രിയുടെ മഹനീയമായ റിയൽ കേരള സ്റ്റോറിയെ കുറിച്ച് പറയാനുള്ളത്. നിസ്കാരപ്പള്ളി അങ്കണത്തിലാണ് മനുഷ്യ സാഹോദര്യത്തിന്റെ സുഗന്ധം പ്രസരിക്കുന്ന ഹൃദ്യമായ കാഴ്ച. യുവതിയെ അസഭ്യം പറയുകയും ശാരീരികമായി ഉപദ്രവിക്കുകയും ചെയ്ത കേസിലെ പ്രതിയെ കൊരട്ടി SHO അനൂപ് NIയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തു. മേലണ്ടൂർ കൂട്ടാലപ്പറമ്പിൽ വീട്ടിൽ രാജേഷിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ദിവസമാണ് കേസിന് ആസ്പദമായ സംഭവങ്ങൾ ഉണ്ടായതെന്ന് പോലീസ് പറഞ്ഞു. 1 മാസമായി എടത്തിരുത്തി പഞ്ചായത്തിലെ 8, 9, 10 വാർഡുകളിൽ കുടിവെള്ളം ലഭിക്കാതെ 100 കണക്കിന് കുടുംബങ്ങൾ ദുരിതത്തിൽ. കുടിവെള്ളം വിതരണം പുനഃസ്ഥാപിക്കുക, സർക്കാരും ജനപ്രതിനിധികളും ഇടപെടുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് ബലിപ്പെരുന്നാൾ ദിനത്തിൽ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. മുസ്ലിം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് EK മുഹമ്മദ് ഹാജി ഉദ്ഘാടനം ചെയ്തു. ഹൈലൈറ്റ്സ് വാർത്തകളുടെ വിശദമായ റിപ്പോർട്ട് അടുത്ത ന്യൂസ് റൗണ്ടപ്പിൽ കാണാം. ടുഡേയ്സ് ഹൈലൈറ്റ്സ് ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.